സർവ യുദ്ധസന്നാഹങ്ങളുള്ള പാശ്ചാത്യരുടെ പിന്തുണയുണ്ട് അവർക്ക്. പോരാത്തതിന് അമേരിക്കയിൽ നിന്നും വേണ്ടുവോളം സൈനിക സഹായവും. ഇസ്രായേലിനെതിരെ നേർക്കുനേർ നിന്ന് എതിരേൽക്കാനുള്ള ശേഷി ഇറാനില്ലെന്ന് പലകുറി പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയതാണ്. എന്നാൽ അത്തരം മുൻവിധികളെയെല്ലാം തിരുത്തിക്കുറിച്ചാണ് ഇറാൻ സയനിസ്റ്റുകൾക്കെതിരെ പ്രത്യാക്രമണം അഴിച്ചുവിട്ടത്. ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ ശേഷിയില്ലാത്ത സയനിസ്റ്റ് ഭരണകൂടത്തിന് അമേരിക്കയുടെയും ബൈഡന്റെയും കൈസഹായം വേണ്ടി വന്നു. ഒരുപാട് ഉപരോധങ്ങളെ അഭിമുഖീകരിച്ചവരാണ് ഇറാനികൾ. ഇസ്രായേലിന് ആരൊക്കെ എന്തൊക്കെ പിന്തുണ നൽകിയാലും കൂട്ടമായി ആക്രമിക്കാനെത്തിയാലും ഇറാനികൾ കുലുങ്ങിയ ചരിത്രമില്ല. കൈവശമുള്ള ആയുധങ്ങളുടെയും സൈനികരുടെയും യുദ്ധക്കോപ്പുകളുടെയും ബലത്തിലാണ് സയനിസ്റ്റുകൾ കുരയ്ക്കുന്നത്. എന്നാൽ ഒട്ടും ഭയമില്ലാതെ ഇറാനികളെ പോരാടാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ മനോധൈര്യം ഒന്നു മാത്രമാണ്. ആരുടെയും സഹായമില്ലാതെ ഇസ്രായേലിനെ നേർക്കുനേർ നിന്ന് എതിരിടാനുള്ള ശേഷി ഇറാനികൾ ആർജിച്ചെടുത്തു. ഇറാൻ ഭരണകൂടം തലക്കെട്ടുകൾ സൃഷ്ടിച്ചു. ആ മനോധൈര്യത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇസ്രായേലിനും നെതന്യാഹുവിനും ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നത്. കണ്ഠമിടറാതെ ഒട്ടും പതറാതെ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഇറാൻ നേതൃത്വത്തെയാണ് ഇതുവരെ കണ്ടത്. ഫലസ്തീനിലെ വംശഹത്യ അവസാനിപ്പിക്കാതെ അവർക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാതെ ഇസ്രായേലിനോട് സന്ധി ചെയ്യുന്ന പ്രശ്നമില്ലെന്ന് ആർജവത്തോടെ വിളിച്ചു പറയാൻ ഇറാനികൾക്കും ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾക്കും സാധിച്ചു. ഇസ്രായേൽ നേതൃത്വം ഒരിക്കൽ കൂടി ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ സയനിസ്റ്റ് ഭരണകൂടം പിന്നെ അവശേഷിക്കില്ല. ഒന്നുകൂടി വ്യക്തമായും സ്പഷ്ടമായും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. സയനിസ്റ്റ് ഭരണകൂടം ഒരിക്കൽ കൂടി തെറ്റാവർത്തിച്ചാൽ ഇസ്രായേലിൽ ഒന്നും അവശേഷിപ്പിക്കില്ല. ഇബ്രാഹിം റൈസി പറഞ്ഞത് ഇപ്രകാരമാണ്. പാകിസ്ഥാൻ സന്ദർശിക്കുന്ന ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ലാഹോറിലെ ഗവൺമെന്റ് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അഭിസംബോധന ചെയ്തു സംസാരിക്കവെയാണ് ഇക്കാര്യം പരാമർശിച്ചത്. ഇത് നെതന്യാഹുവിനുള്ള വെറും താക്കീതല്ല, ഉറച്ച തീരുമാനമാണെന്ന് വ്യക്തമാക്കുന്നതാണ് അന്നേരമുള്ള അദ്ദേഹത്തിന്റെ സ്വരവും ശരീരഭാഷയും. ദമാസ്കസിൽ ഇറാന്റെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച ഇസ്രായേൽ നടപടിക്കെതിരെ പ്രതികാരം ചെയ്തുവെന്നും ഇറാൻ ടെൽ അവീവിനെ ശിക്ഷിച്ചുവെന്നും അദ്ദേഹം ആ പ്രസംഗത്തിൽ അവകാശപ്പെടുന്നുണ്ട്. ഫലസ്തീൻ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും കടുത്ത മനുഷ്യാവകാശ ലംഘകരാണെന്നും ഇബ്രാഹിം റൈസി വിശദമാക്കുന്നുണ്ട്. ദീർഘകാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കൽ ആഗോള സമാധാനത്തിന് നിർബന്ധമാണ്. ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യമാണ് ടെഹ്റാന്റെ മുൻഗണന. ഇബ്രാഹിം റൈസിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് അനഡോലു ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കൽ മുസ്ലിം ഉമ്മത്തിന്റെയും പ്രദേശത്തിന്റെയും മാത്രം താല്പര്യമല്ല. കഴിഞ്ഞ 7 മാസത്തിനിടെ ഇസ്രായേൽ സൈന്യം 34,000-ത്തിലധികം ഫലസ്തീനികളെ കൊന്നൊടുക്കി. എന്നാൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണം തടയുന്നതിൽ അന്താരാഷ്ട്ര സമൂഹവും UN-ഉം പരാജയപ്പെട്ടു. ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ടെഹ്റാനും ഇസ്ലാമാബാദും സമാനമായ നിലപാടാണ് പങ്കിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫലസ്തീൻ വിഷയത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച പാകിസ്ഥാൻ നേതൃത്വത്തെ അഭിനന്ദിക്കാനും ഇബ്രാഹിം റൈസി തയ്യാറായി. പാകിസ്ഥാനിൽ 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ഇബ്രാഹിം റൈസി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം ഫലസ്തീൻ വിഷയത്തിൽ സുപ്രധാനമായ നിരീക്ഷണങ്ങളും മുന്നോട്ട് വെച്ചു. അതേസമയം വടക്കൻ ഗസയിലെ ബെയ്ത്ത് ലാഹിയയിൽ 10,000-കണക്കിന് ഫലസ്തീനികൾ കടുത്ത ആശങ്കയിലാണ്. ഇസ്രായേൽ സൈന്യം നഗരത്തെ കീഴടക്കി ഫലസ്തീനികളോട് ഉടൻ പലായനം ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. തെക്കൻ റഫ നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് വീട് തകരുകയും ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 34,183 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 77,143 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.